ഫ്ലാഷ് ബാക്ക്. MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA ഞങ്ങളുടെയൊക്കെ MLA ആണ്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ അച്ഛൻ വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? സ്വയം വരുത്തി വെച്ചല്ലേ അളിയൻ ഇപ്പോ കണ്ടക ശനിയാ, അത് കൊണ്ടേ പോകും. കയ്യും വെറുതെ വിഷ്ണു നാണം കെടുത്തരുത്. ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? അമ്മയിൽ നിന്ന് രാജിവെച്ച നടി അൻസിബ ഹസൻ ടിനി ടോമിനെതിരെ പരാതിയുമായി രംഗത്ത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ വ്യക്തിവൈരാഗ്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹോ, അപ്പൊ ഇങ്ങനെയാണ് ആൾക്കാരെ ഡീൽ ചെയ്യേണ്ടതല്ലേ? അത് പിന്നെ ഇങ്ങനെ ഡീൽ ചെയ്യാം. ഞാൻ ഇസ്ലാമിലേക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറെ ഉൾപ്പെടെയുള്ളവരെ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി. ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് പറയാൻ അയാൾക്ക് എങ്ങനെ തോന്നിയെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. എന്തൊക്കെ വൃത്തികേടുകളാണ് നീയൊക്കെ കാട്ടിക്കൊടുത്തത്? എന്റെ പേര് അൻസിബ ഹസൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല അങ്ങനെ പറയണത്. കുമാര അനക്കേതായാലും കുറച്ച് വർഗീയത കൂടുതലുണ്ട്. അതാണ് വിഷയം. എന്നെ മതതീവ്രവാദിയാക്കി അവസാനം ജിഹാദി എന്ന് പറഞ്ഞു എന്നെ പറ്റി. ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് അവനെ കെട്ടിക്കണം. ടിനി ടോം ചേട്ടൻ എന്തൊക്കെയാണ് നീനാക്കുറുപ്പ് ചേച്ചിയെ വിളിച്ചതെന്ന്, അസഭ്യ വാക്കുകൾ, ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, അതൊക്കെ തന്നെയാണ് വിളിച്ചത്. വൃത്തിയുടെ പരിപാടിയുണ്ടാ? എന്നെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അത്രയും വ്യക്തിഹത്യ ചെയ്തു. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ച കെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെ ഉണ്ട്. അതാ ഈ അവതാരം. പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇനിയും പലതും അടിച്ചേർക്കും. എനിക്ക് വയ്യത് താങ്ങുന്നതിനൊരു